പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിന്ന് ശനിയാഴ്ചയാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുവല്ലോ അല്ലേ? പിന്നെ പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളുടെ റിട്രീറ്റിൻ്റെ ഇന്നലത്തെ കുമ്പസാരം നന്നായിരുന്നു കേട്ടോ. കുറേ അച്ഛന്മാർ പറഞ്ഞു, നമുക്ക് 3 അച്ഛന്മാരായിരുന്നു. പിന്നെ ശരിക്കും അവരൊക്കെ പറഞ്ഞൊരു കാര്യം, ശരിക്കും കുട്ടികൾക്ക് നന്നായി കുമ്പസാരിക്കാൻ പറ്റില്ല. കുറേ പിള്ളേർ ശരിക്കും നന്ന കണ്ണീരോടുകൂടി പാപസങ്കീർത്തനം നടത്താനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് സഹോദരങ്ങൾ. നമുക്ക് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. കുട്ടികൾക്ക് അനുതാപത്തോടെ ഒന്ന് ഒരുങ്ങി കുമ്പസാരിക്കാൻ അവരെ പര്യാപ്തം, അതൊന്ന് വലിയൊരു ബ്ലെസ്സിങ്ങാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ഇന്നർ ഹീലിങ്ങിൻ്റെ മേഖലകളാണ് ഇന്ന് ഈവനിങ്ങിൽ അച്ഛൻ എടുക്കുന്നത്. പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. നമ്മുടെ കുട്ടികളൊക്കെ എന്താ അവൻ ഇങ്ങനെ, എന്താ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ കുഞ്ഞുനാൾ, ഞാൻ അച്ഛൻ ഇന്നലെ പറഞ്ഞില്ല, കുറേ കാര്യങ്ങൾ അവറ്റങ്ങളെ തലയിൽ ഫീഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളെ അവറ്റങ്ങൾക്ക് ബോധമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. അവറ്റങ്ങൾ ഫീഡ് ചെയ്ത് തലയിലിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അലയടികളാണ് ഇപ്പോൾ അവർ. എന്താ ഇങ്ങനെ, എന്താ അങ്ങനെ, എന്താ പിന്നിങ്ങനെ, ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഉള്ളിൽ വിറ്റങ്ങളുടെ ഉണ്ട്. അപ്പോൾ അത് കഴുകി കളയാൻ ഈശോയുടെ തിരുരക്തം കൊണ്ട് മാത്രമാണ് ശരിക്കൊരു ഇന്നർ ഹീലിംഗ് ഈശോയ്ക്ക് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ഒരു കൗൺസിലിങ്ങിനും അത് പറ്റില്ല, ഈശോ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇന്നർ ഹീലിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്, ഇന്നർ ഹീലിങ്ങിൻ്റെ ആരാധനയുണ്ട്. ശക്തമായിട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി നമ്മുടെ ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സ്വാർത്ഥരായിട്ട് ചിന്തിക്കരുത്. ഞങ്ങളുടെ മക്കളൊന്നും പോകണില്ലല്ലോ. നമ്മളങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇന്നലെ നാളെ എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 10,000-ങ്ങളെ കർത്താവ് ഉയർത്തും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നെഹെമിയ 13:2 വചനം പറയാണ്, ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിക്കെടുത്തവരാണ് അവർ. അപ്പോൾ ശത്രുവായിട്ട് അവരെ ശപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായിരുന്നത്. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. അതാണ് ഇസ്രായേലിൻ്റെ പ്രത്യേകത സഹോദരങ്ങളെ. അതായത് ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്കെതിരെ ഏത് മന്ത്രവാദി, ഏത് കൂടോത്രക്കാരൻ, നമ്മളുടെ ഈ സെൻറ്റർ ഇത് ശരിക്കും ഒരു ഡെലിവറൻസിൻ്റെ, ഒരു വിടുതലിൻ്റെ സെൻറ്ററാണ്. കുറേ പേര് ദുർമന്ത്രവാദം ചെയ്തു വെച്ചാൽ, കൂടോത്രം ചെയ്തു വെച്ചാൽ, പിന്നെ ഏതാ പൈശാചിക പീഡ ഞങ്ങൾക്കെതിരെ, പൈശാചിക സേവ ചെയ്യുന്നു വെച്ചാൽ ഞങ്ങൾക്കെതിരെ, അങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ട്. ഞാനപ്പോൾ കൊടുക്കാറുള്ളൊരു ടെക്സ്റ്റ് ഇതാണ് സഹോദരങ്ങളെ. ദൈവം നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ പ്രിയ സഹോദരങ്ങൾ, നമുക്കെതിരെ ചെയ്യുന്ന ഏത് ദുർമന്ത്രവാദവും ഈ ശാപം പോലെയാണ്. അത് ദൈവം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഞാൻ പറയും, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ഭയപ്പെടരുത്. ഞാൻ തോന്നുന്നു എനിക്ക് ഈ ഒരു ദേശത്ത് ഈ ഒരു സെൻറ്ററിൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പിശാച് ടാർഗറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ യേശുവിനോട് വിശ്വസ്തത പാലിക്കാൻ പരിശ്രമിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിലെ സകല പൈശാചിക ശക്തികൾ അവർ ഒരുമിച്ച് പരിശ്രമിച്ചാലും ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നിടത്തോളം കാലം, ഞാൻ യേശുവിനോട് കൂടെ ആയിരിക്കാൻ പരിശ്രമിക്കുന്നിടത്തോളം കാലം, ആഗ്രഹിക്കുന്നിടത്തോളം കാലം എന്നെ തൊടാൻ അവർക്ക് പറ്റില്ല. ഹല്ലേലൂയ. അതാണ്. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. ഇന്നൊരു പക്ഷേ നിങ്ങളിങ്ങനെ, അയ്യോ അവരെനിക്കെതിരെ, എൻ്റെ ചേട്ടത്തി എനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടോ, എനിക്ക് അയ്യോ അവർ കുഴിച്ചിട്ടുണ്ടായിരിക്കുമോ, ഇതൊന്നും നോക്കണ്ട. ദൈവം ആ ശാപത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ശാപത്തെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് കുറച്ചൊന്ന് വായിച്ചു, നെഹെമിയ മൊത്തം ഒന്ന് വായിക്കുക കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.